Circular motion. In this video, we are going to study the formulas of circular motion. Angular displacement, theta, it's radian ആണ് അതിൻ്റെ യൂണിറ്റ്. Omega I initial angular velocity, omega F final angular velocity, alpha angular acceleration, V linear velocity, R radius, ACP centripetal acceleration, AT tangential acceleration, FCP centripetal force, WCP work done by centripetal force, PCP power by centripetal force, T tangential force, S displacement, mu coefficient of friction, theta B angle of banging, M mass, Q charge. So what is a circular motion? Circular motion എന്ന് പറയുമ്പം a movement of an object along the circumference of a circle or rotation along a circular path is called a circular motion. അതായത് ഒരു സർക്കിളിലുള്ള ഒരു സർക്കുലർ പാത്തിലുള്ള മൂവ്മെൻറ്റ് ഒരു സാധനത്തിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷന് പറയുന്നതാണ് ഇൻ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് കോൺസ്റ്റൻറ്റ് ആംഗുലാർ സ്പീഡ്. അതായത് ആംഗുലാർ സ്പീഡ് എന്തായിരിക്കും? അവിടെ ഇതൊരു സർക്കിളാണ്, ഇതൊരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ എല്ലാ പോയിന്റിലും ഒരു കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും? ആംഗുലാർ സ്പീഡ് ഉണ്ടായിരിക്കും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് വേരിയബിൾ ആംഗുലാർ സ്പീഡ്. അതായത് അവിടുത്തെ ആംഗുലാർ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറയുമ്പോൾ തന്നെ യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ യൂണിഫോം മോഷനിൽ സ്പീഡ് ചേഞ്ച് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് തന്നെയാണ് ഇവിടെ ഒരു സർക്കുലർ മോഷൻ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ആംഗുലാർ സ്പീഡാണ് വരുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദി ആംഗിൾ ഡിസ്ക്രൈബ്ഡ് ബൈ റേഡിയസ് വെക്ടർ in a given time at the center of circle is called the angular displacement. അതായത് ഇങ്ങനെ എടുക്കുന്ന ഇതിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ ഇപ്പോൾ എത്ര പോർഷനാണോ അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ എസ് ആണെങ്കിൽ വെലോസിറ്റി എന്താ? ds/dt അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സാധനം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി, അതിനാണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ പെർഫോമിങ് സർക്കുലർ മോഷൻ വിച്ച് അലോങ് എ റേഡിയസ് ഓഫ് സർക്കിൾ ഡയറക്റ്റഡ് ടുവേർഡ്സ്. സോ സർക്കുലർ മോഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് സർക്കിളിൻ്റെ അലോങ്ങും സർക്കിളിൻ്റെ റേഡിയസിൻ്റെ അലോങ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ആണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും. ഒരു സ്യൂഡോ ഫോഴ്സ് ഓഫ് സർക്കുലർ മോഷനാണ് ആക്ട് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം ദ സെൻറ്ററിനാണെങ്കിൽ അതിനെന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ആംഗിൾ മെയ്ഡ് ബൈ ദ സർഫസ് ഓഫ് റോഡ് വിത്ത് ഹൊറിസോണ്ടൽ സർഫസ് ഓഫ് റോഡ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ആംഗിൾ മെയ്ഡ് ബൈ സർഫസ് ഓഫ് റോഡ്, നമ്മൾ റോഡ് ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണത് വിത്ത് ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് റോഡ് ഉണ്ടാക്കുന്ന ഒരു ആംഗിളിനാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് ഓഫ് റോഡ് ഉണ്ട്. ദ പ്രോസസ് ഓഫ് റേസിങ് ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഓവർ ഇറ്റ്സ് ഇന്നർ എഡ്ജ് ത്രൂ സർട്ടൈൻ ആംഗിൾ ഇസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്. അതായത് ഇതിപ്പോൾ ഒരു റോഡാണ് വിചാരിക്കാം. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ റോഡ്സിൻ്റെ ബെൻഡിലൊക്കെ കണ്ടില്ലേ, വളവിലൊക്കെ എന്തുണ്ടാക്കും? ഔട്ടർ സൈഡ് കുറച്ചൊന്ന് ഉയർത്തിയിട്ട് ഇന്നർ സൈഡ് കുറച്ച് ഇതാക്കും. ഔട്ടർ സൈഡ് കുറച്ചൊന്ന് പൊക്കുമ്പം അവിടെ ഒരു ഏരിയ കൂടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വളവൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ തിരിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ വേണ്ടിയിട്ട് റോഡ് ഒന്ന് ഔട്ടർ എഡ്ജ് ഒന്ന് റൈസ് ചെയ്യും ഓവർ ഇന്നർ എഡ്ജ് വെച്ച് നോക്കുമ്പോൾ ഔട്ടർ എഡ്ജിന് കുറച്ചൊന്ന് പൊക്കിയിട്ടാണ് ചെയ്യുക. അതിനാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് കാണുന്നത്. കൂടുതലും ബെൻസിലാണ് കാണുന്നത്. ഓക്കെ,
ഇനി കൈനമാറ്റിക് ഓഫ് സർക്കുലാർ മോഷൻ. ഇത് നമ്മുടെ അതേ ഇക്വേഷൻ എന്താണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതേപോലെയാണ് ഇവിടെ ആംഗുലർ ഇവിടുത്തെ സ്പീഡ് എന്താ, ഇവിടുത്തെ ഇതാണ് തീറ്റയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ഒമേഗ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഒമേഗ പറയുന്നത് വെലോസിറ്റി ആണ്, ആൽഫ പറയുന്നത് ആക്സലറേഷൻ ആണ്, തീറ്റ പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ അതേ ഇക്വേഷനാണ് സർക്കുലർ മോഷനിൽ വരുമ്പം സിമ്പിൾസിൽ മാറ്റം വരും. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അതുതന്നെയാണിത്. ഒമേഗ എഫ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ ഐ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഇനി എസ് എൻത്ത് എന്ന് പറയല്ലേ, അതുപോലെ ക്യൂ തീറ്റ എന്താണിത്, ഒമേഗ പ്ലസ് ആൽഫ ബൈ 2 ഇൻറ്റു 2n-1 ആയിരിക്കും. ഒമേഗ റിലേറ്റീവ്, നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുമ്പം വി റിലേറ്റീവ് ടു ആർ റിലേറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ലീനിയർ വെലോസിറ്റി ബൈ റേഡിയസ് ആയിരിക്കും പറയാം. അതായത് വി ബി മൈനസ് വി എ ഡിവൈഡഡ് ബൈ ആർ ബി മൈനസ് ആർ എ. യൂണിഫോം സർക്കുലർ മോഷൻ ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി ഈക്വൽ ടു 0 ആയിരിക്കും. എ ടി ഈക്വൽ ടു ആർ ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണിത്, ആർ ഡി ഒമേഗ ബൈ ഡി ടി. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ ഒമേഗ വി. ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷന് മൈനസ് ഒമേഗ സ്ക്വയർ ആർ വെക്ടർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒമേഗ വെക്ടർ വി വെക്ടർ എന്നും കൊടുക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എം ബി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ എം ഒമേഗ സ്ക്വയർ ആർ അല്ലെങ്കിൽ എം വി ഒമേഗ. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് 0 ആയിരിക്കും, അവിടുത്തെ പവറും 0 ആയിരിക്കും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആൽഫ എന്തായിരിക്കും, ഇതേപോലെ എന്താ ഡി ഒമേഗ ബൈ ഡി ടി. അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഡി ഒമേഗ ബൈ ഡി ടി ആയിരിക്കും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇതേ ഇക്വേഷൻ ഒമേഗ സ്ക്വയർ ആർ മൈനസ് ഒമേഗ സ്ക്വയർ ആർ ആയിരിക്കും, ഒമേഗ വി എന്നും പറയും. അതിന് നമ്മൾ ആൽഫ ഇൻറ്റു ആർ എന്ന് പറയാം, ആൽഫ ക്രോസ് ആർ എന്ന് പറയാം. നെറ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ പ്ലസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് ആക്സലറേഷൻ സെൻട്രിപെറ്റൽ പ്ലസ് ടാൻജൻഷ്യൽ ആയിരിക്കും. എഫ് സി പി എന്ന് പറയുന്നത് എം എ സി പി ആയിരിക്കും. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആയിരിക്കും. ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും. അവിടെയും സെൻട്രിപെറ്റൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ടാൻജൻഷ്യൽ വർക്ക് ഡൺ എഫ് ടി ഇൻറ്റു എസ് ആയിരിക്കും. പവർ 0 ആയിരിക്കും. സെൻട്രിപെറ്റൽ പവർ ടാൻജൻഷ്യൽ ആയിട്ടുള്ള പവർ എന്ന് പറഞ്ഞാൽ എഫ് ടി ഇൻറ്റു വി ആയിരിക്കും. അതിൻ്റെ അവിടുത്തെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ പവർ പ്ലസ് ടാൻജൻഷ്യൽ പവർ ആയിരിക്കും. അടുത്ത ബാങ്കിങ് ഓഫ് റോഡാണ്. ബാങ്കിങ് ഓഫ് റോഡ് ഹൊറിസോണ്ടൽ കർവ്സിൽ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ടർ എഡ്ജ് കുറച്ചൊന്ന് റേസ് ചെയ്യും ഓവർ ഇന്നർ എഡ്ജിനെയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. വി ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആയിരിക്കും. വി എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് മ്യൂ ആർ ജി ആയിരിക്കും ബാങ്ക്ഡ് റോഡാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് കൊടുക്കാം. വി എന്ന് പറയുന്നത് റൂട്ട് ആർ ജി മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ആയിരിക്കും. ഇഫ് മ്യൂ 0 ആണെങ്കിൽ അവിടുത്തെ മ്യൂ 0 ആയി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മ്യൂ പറയുന്നത് അവിടുത്തെ ഇതാണ് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ 0 ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ജി ആയിരിക്കും. പെൻഡുലം ഇൻ എ കാർ ആയിരിക്കും ആ ഒരു ഇത്. ടാൻ തീറ്റ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ജി ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ പറയുന്നത് ഒരു പെൻഡുലം ഇൻ എ കാർ ആയിരിക്കും. അവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പെൻഡുലം ഇൻ എ കാർ ആയിരിക്കും. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോലെ ഇരിക്കും. ഇനി വേർട്ടിക്കൽ സർക്കുലർ മോഷനാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഓരോരോ പൊസിഷൻസ് വെച്ചിട്ട് പറയാം. പൊസിഷൻ ബിയിലാകുമ്പോൾ
ബിയിലാകുമ്പം എന്താണ് അവിടുത്തെ ഈ തീറ്റ തന്നെ നോക്കിയാൽ ഇവിടെ ബിയിൽ തന്നെയാണ് ലൈൻ തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി അവിടെ യു ആയിരിക്കും. ടെൻഷന് ഈ ടി ടെൻഷൻ ഇല്ലല്ലോ, അത് mv²/L + mg എന്നായിരിക്കും. ഇനി സിയിലോട്ട് എത്തിക്കുമ്പം ആംഗിൾ 90 ആകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി √u² - 2gl ആയിരിക്കും. അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് mv²/L - 2mg ആയിരിക്കും. ഓക്കെ, ഇനി എയിലോട്ട് വിചാരിച്ചു, എയിൽ 180 ആയിരിക്കും ആംഗിൾ ഉണ്ടാകുക. √u² - 4gl ആയിരിക്കും. ഇവിടെ എത്തുമ്പം 4gl ആയിട്ട് മാറും. ആൻഡ് mv²/L - 5mg ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ടെൻഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഡിയിലെത്തുമ്പം ആംഗിൾ 270 ആകും. പക്ഷേ അതും സിയും സെയിം ആയിരിക്കും, ലൈക്ക് √u² - 2gl ആയിരിക്കും. അവിടുത്തെ ടെൻഷൻ mv²/L - 2mg എന്നായിരിക്കും. ഓക്കെ, കണ്ടീഷൻ ഫോർ സ്ലാക്ക് ആണെങ്കിൽ ടെൻഷൻ 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വി എ ആണെങ്കിൽ √gl-ഉം വി ബി ആണെങ്കിൽ √5gl ആയിരിക്കും സ്ലാക്ക് കണ്ടീഷൻ ആണെങ്കിൽ. ഇനി ഫോർ എനി കണ്ടീഷൻ ടി ബി - ടി എ എന്തായിരിക്കും? 6mg ആയിരിക്കും. ഇനി മോഷൻ ഓഫ് എ ചാർജഡ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ ഒരു ചാർജഡ് പാർട്ടിക്കിൾ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന അതിൻ്റെ മോഷൻ QVB എന്ന് പറയുന്നത് mv²/r ആയിരിക്കും. QVB = mv²/r. ബി മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, Q ചാർജ് ആണ്, V വെലോസിറ്റി ആണ്. ഓക്കെ, കോണിക്കൽ പെൻഡുലം ആണെങ്കിൽ പെൻഡുലം ആകുമ്പം ഇവിടെ ഉണ്ടാകുന്ന tan θ v²/rg ആയിരിക്കും. ഒമേഗ √gh ആയിരിക്കും. ആൻഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√r/g അല്ലേ, എന്താ 2π√μ cos θ/g ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് mg √1 + r/h² ആയിരിക്കും. ചാർജ് ഇൻ വെക്ടർ ക്വാണ്ടിറ്റീസ്. വെക്ടർ ക്വാണ്ടിറ്റീസിൽ ചാർജ് പറയുമ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV = 2v sin θ/2 ആയിരിക്കും. റേഡിയൽ വെക്ടർ ΔV എന്ന് പറയുന്നത് 2r sin θ/2 ആയിരിക്കും. ചേഞ്ച് ഇൻ മൊമെൻറ്റം ΔP എന്ന് പറഞ്ഞാൽ 2mv sin θ/2 ആയിരിക്കും. ഡെത്ത് വെൽ എന്ന് പറയുമ്പം ഇതാണ് v = √rg/μ ആയിരിക്കും. v = √rg/μ ആയിരിക്കും. ആൻഡ് ഹെമിസ്ഫെറിക്കൽ വെസലാണ്. പകുതിയുള്ള വെസലാണെങ്കിൽ ഒമേഗ = √g/r cos θ ആയിരിക്കും. √g/r cos θ ആയിരിക്കും. ഓക്കെ, സെമി സർക്കുലർ ആണെങ്കിൽ √g/r cos θ ആയിരിക്കും. ആൻഡ് ഇൻവേർട്ടഡ് കോൺ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് √gh ആയിരിക്കും. റിയാക്ഷൻ ഓഫ് റോഡ് ഓൺ കാർ. ഒരു കാറിൻ്റെ റിയാക്ഷനാണ് പറയുന്നത്. ഇപ്പം കോൺകേവ് ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ rmg cos θ + mv²/r ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇനി കോൺവെക്സ് ബ്രിഡ്ജ് ആണെങ്കിലോ r = mg cos θ - mv²/r ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഓക്കെ, ഇനി മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓൺ ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയർ. എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്കിൻ്റെ മോഷനാണ് പറയാൻ പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 2/3 r ആയിരിക്കും. cos θ = h/r ആയിരിക്കും. തീറ്റ cos ഇൻവേഴ്സ് 2/r ആയിരിക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇത് ലോസ് ഓഫ് മോഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആൻഡ് സിമ്പിളാണ്, നന്നായിട്ട് വർക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ.